നമസ്കാരം. അക്ഷയ കേന്ദ്രങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഓരോ ജില്ലാ ഓഫീസിൻ്റെ നേതൃത്വത്തിലാണ് പുതിയ അക്ഷയ കേന്ദ്രങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം ലഭിക്കുക. നിലവിൽ ഓരോ ജില്ലയും ഇത്തരം അപേക്ഷ സമർപ്പിക്കാനുള്ള പ്രസിദ്ധീകരണം നടത്തുമ്പോൾ ഓൺലൈനായിട്ട് താഴെ കാണുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. +2 ആണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അടിസ്ഥാന യോഗ്യത. 3 ഘട്ടങ്ങളായുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് ഓരോ അപേക്ഷനെയും തിരഞ്ഞെടുക്കുന്നത്. ഇതിൽ ആദ്യത്തേത് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, രണ്ടാമത്തേത് ഒരു ഓൺലൈൻ പരീക്ഷ, മൂന്നാമത്തേത് ഒരു ഇന്റർവ്യൂ എന്നിങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത്. നമുക്ക് ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്യാം. ആദ്യത്തെ ഘട്ടമായ ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ സമർപ്പിച്ച വിവരങ്ങൾ കൃത്യമായി പരിശോധന വിധേയമാക്കി അതിൽ യോഗ്യതയുള്ളവരെ മാത്രം തിരഞ്ഞെടുക്കുക എന്നതാണ്. ആയതിനാൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ കൈവശമുള്ള എല്ലാ വിദ്യാഭ്യാസ രേഖകളും കൃത്യമായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ആദ്യം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ പ്രസ്തുത രേഖകൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും അത് നമുക്ക് പിന്നീട് ഹാജരാക്കാൻ സാധിക്കില്ല. ആയതുകൊണ്ട് തന്നെ ഈ വിഷയം എല്ലാവരും കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതാണ്. +2 ആണ് അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിൽ പ്രസ്തുത രേഖകളും ഇതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ബോണസ് മാർക്കുകൾ കിട്ടാനുള്ള സാധ്യതയും അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പാകുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പ്രസ്തുത പദ്ധതി അത് മിനിമം 7 ദിവസം എന്ന് കൃത്യമായി നിർദ്ദേശിക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ 7 ദിവസമോ അതിൽ കൂടുതലോ സമയ കാലയളവിലുള്ള ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിഗ്രിയിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനിലോ കമ്പ്യൂട്ടർ ഒരു വിഷയമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം കൃത്യമായ അപേക്ഷയിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ അംഗീകൃതമായ കോഴ്സ് ആണെങ്കിൽ അതിനും നിങ്ങൾക്ക് കൂടുതൽ മാർക്കുകൾ ലഭിക്കുന്ന സാധ്യതകളുണ്ട്. കൂടാതെ നിങ്ങൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന ലൊക്കേഷൻ തന്നെയാണ് താമസക്കാരനെങ്കിൽ അതാത് പഞ്ചായത്തിലാണെങ്കിൽ അതിന് കൃത്യമായ മാർക്കുകൾ ലഭിക്കും. കൂടാതെ അതേ ബ്ലോക്കിലാണ് നിങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ മാർക്കുകളുണ്ട്. അത് ബോണസ് മാർക്ക് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് അപേക്ഷ ക്ഷണിക്കുന്ന ലൊക്കേഷനിൽ കെട്ടിടമുണ്ടെങ്കിൽ അതിന് 3 മാർക്ക് കൂടുതലായി ലഭിക്കുന്നുണ്ട്. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ ആ കെട്ടിടം ഉണ്ടെന്ന് കാണിക്കാനുള്ള രേഖകൾ സമർപ്പിക്കണം. അത് രേഖ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം കെട്ടിടമാണെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ ലൈസൻസ് ലഭ്യമാക്കുക. അത് അല്ലെങ്കിൽ നിങ്ങൾ വാടകയ്ക്കാണ് ഒരു കെട്ടിടം ലഭ്യമാക്കുന്നതെങ്കിൽ വാടക കരാർ എഗ്രിമെൻറ്റ് നിങ്ങൾ ഈ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. ഇത് പിന്നീട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് ശേഷം നിങ്ങൾക്ക് 3 മാർക്ക് ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കൃത്യമായി പരിശോധിക്കുന്നതാണ്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സമർപ്പിക്കുന്ന വിവരങ്ങൾ യാതൊരുവിധ തെറ്റുകളോ കുറ്റങ്ങളോ അതിൽ പാടുള്ളതല്ല. അപ്പോൾ കൃത്യമായ രേഖകൾ മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കൃത്യമായി പാസ്സാവുന്ന ആളുകൾക്കാണ് ഓൺലൈൻ എക്സാം എന്ന അടുത്ത കടമ്പയുള്ളത്. ഈ ഓൺലൈൻ എക്സാമിൽ 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഓരോ ഉപഭോക്താവിനും ഉണ്ടാവുക. ഇതിൽ യാതൊരുവിധ നെഗറ്റീവ് മാർക്കിങ്ങുകളുമില്ല. പക്ഷേ നിലവിൽ തന്നിരിക്കുന്ന നിയമപ്രകാരം 20 ചോദ്യങ്ങൾക്ക് മിനിമം നിങ്ങൾ ശരിയായ ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു. 20 20ൽ കൂടുതലോ മാർക്കുകൾ ലഭിക്കുന്ന ആളുകളെ മാത്രമേ 3ാം ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. 3ാം ഘട്ടത്തിൽ നടക്കുന്നത് ഒരു ഇൻ്റർവ്യൂ ആണ്. നേരത്തെ പറഞ്ഞ ഓൺലൈൻ എക്സാം ക്ലിയർ ചെയ്തവരെ മാത്രമേ ഇൻ്റർവ്യൂവിന് പരിഗണിക്കുകയുള്ളൂ. ഒരു കൃത്യമായ ബോർഡ് രൂപീകരിച്ചതിന് ശേഷമാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. അതിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഓരോ ലൊക്കേഷനും അനുവദിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരും, അതോടൊപ്പം തന്നെ അക്ഷയ ജില്ലാ പ്രോജക്റ്റ് മാനേജർ, ജില്ലാ കലക്ടർ, അതേപോലെ തന്നെ ലീഡ് ബാങ്ക് മാനേജർ എന്നിവരെയാണ് ഇൻ്റർവ്യൂ ബോർഡിൽ ഉണ്ടാവുക. ഈ ഇൻ്റർവ്യൂ ബോർഡ് എല്ലാ സംരംഭകരെയും ഇൻ്റർവ്യൂ നടത്തി ആദ്യത്തെ 10 പേരെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഈ റാങ്ക് ലിസ്റ്റിൽ 1ാമത് എത്തുന്ന ആൾക്കാണ് ആദ്യമായി കേന്ദ്രം തുടങ്ങാൻ അവസരം നൽകുക. പിന്നെ നമുക്ക് 1 വർഷ കാലയളവിലേക്കാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടാവുക. 1 വർഷ കാലയളവിന് ശേഷം ഈ റാങ്ക് ലിസ്റ്റ് അസാധുവാകുകയും ചെയ്യും. നിലവിൽ കേരളത്തിലെ ഓരോ ജില്ലയിലും 50ൽ കൂടുതൽ പുതിയ ലൊക്കേഷനുകൾ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ സംരംഭം തുടങ്ങാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. അവർ ഇത് കൃത്യമായി മനസ്സിലാക്കി വേണം നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ. അതോടുകൂടി തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ആദ്യത്തെ സ്ഥാനം തന്നെ നേടാനുള്ള സാധ്യതകളും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ ഇതോടുകൂടി ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത അക്ഷയ ജില്ലാ ഓഫീസിൽ ബന്ധപ്പെടാവുന്നതാണ്. അവിടുന്ന് കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും.